സീരിയസ് ആണ്. അപകടമാണോ ഡോക്ടർ? ഇപ്പോഴൊന്നും പറയാൻ സാധിക്കില്ല. ഒരു 2 ദിവസം കഴിയട്ടെ. അയ്യോ, ഹലോ രാജ, അവിടെ എത്തി. എക്സ്റേ ഫോട്ടോ എങ്ങനെ ഇരിക്കുന്നു? വേണം സാരമില്ലേ? സാരമില്ലെങ്കിൽ പിന്നെ ഈ ബോൺ സ്പെഷ്യലിസ്റ്റിനെ വരുത്തി എന്തിനാ? ഈ നഴ്സിംഗ് ഹോമിൽ ഒരു ബോൺ സ്പെഷ്യലിസ്റ്റ് ഇല്ല, അവിടെ വെച്ചു എന്നേ ഉള്ളൂ. വേണു, ഞാൻ ഡോക്ടർ അല്ലെങ്കിലും കാൽ എന്റേതായതുകൊണ്ട് എനിക്ക് ചിലതൊക്കെ ഊഹിക്കാൻ കഴിയും. അപകടമാണോ വേണു? ഏയ്, അപകടമൊന്നുമില്ല. കോമ്പൗണ്ട് ഫ്രാക്ചർ ആണ്, അല്പം സൂക്ഷിക്കണം. ചുരുക്കി പറഞ്ഞാൽ എന്റെ ഈ കാല് ഓക്കാണല്ലേ വേണു? രാജ, ഈശ്വരൻ തീരുമാനിക്കാനുള്ളത് മനുഷ്യൻ പറയരുത്. മോളെ രജനി, മിസ്റ്റർ രാജശേഖരൻ ഒരു കാർ ആക്സിഡന്റിൽ പെട്ടത്രേ. ഇപ്പോൾ ഡോക്ടർ വേണുഗോപാലിന്റെ നഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അയ്യോ, എനിക്ക് ഉടനെ അങ്ങോട്ട് പോകണം, ഇപ്പൊ തന്നെ പോകണം. റെസ്പെക്റ്റഡ് സർ, സന്തോഷം കൊണ്ട് സമനില തെറ്റിയ നിലയിലാണ് അന്ന് ഞാൻ അവിടെ നിന്ന് കാറിൽ മടങ്ങിയത്. ഇടയ്ക്ക് വെച്ച് എനിക്കൊരു അപകടവും ഉണ്ടായി. ഞാനിപ്പോൾ എന്റെ സുഹൃത്തായ വേണുഗോപാൽ നഴ്സിംഗ് ഹോമിലാണ്. ഏതാനും ദിവസങ്ങൾക്കകം എന്റെ കാലുകളിലൊന്ന് നഷ്ടപ്പെടുവാൻ പോവുകയാണ്. ജീവാനുള്ള അർഹത എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. മറ്റെല്ലാറ്റിലും ഉപരിയായി ഉഷയെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ കാരണം ഉഷയുടെ നല്ല ഭാവിക്ക് മങ്ങലേറ്റുകൂടെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അനുയോജ്യനായ മറ്റൊരാളുമായി ഉഷയുടെ വിവാഹം നടന്നു കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവിടെ വന്നതും അങ്ങ് പറഞ്ഞതുമെല്ലാം മറന്നു കളയും. ഞാനും മറക്കാൻ ശ്രമിക്കാം. നന്മകൾ നേർന്നുകൊണ്ട് നിർഭാഗ്യവാനായ രാജശേഖരൻ. ഈ ലെറ്റർ പോസ്റ്റ് ചെയ്തേക്കും. യെസ്. അയ്യോ, രാജേട്ടൻ എന്ത് പറ്റി? ഞാൻ ഇപ്പോഴാണ് ഇതറിഞ്ഞത്. ഈ കാലിന് എന്ത് പറ്റി രാജേട്ടാ? സാരമുള്ള ഒരു ചെറിയ ആക്സിഡന്റ്. രജനി തനിച്ചേ ഉള്ളൂ? അതെ, വിവരം അറിഞ്ഞ ഉടനെ ഓടി ഇങ്ങോട്ട് പോന്നു. ഇനി രാജേട്ടന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാം. ഇവിടെ ഇനി ആരും വേണ്ട. വേദനയുണ്ടോ രാജേട്ടാ? ലേശം വേദനയുണ്ട്. ഇല്ല, രാജേട്ടൻ വേദനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ എന്ത് ചെയ്യണം രാജേട്ടാ? പറയൂ രാജേട്ടാ. രാജേട്ടന് ഞാനുണ്ട്, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ആശുപത്രിയിൽ പോയി ആ രാജൻ കുഞ്ഞിന്റെ മുഖത്തും നോക്കിക്കൊണ്ട് കുറച്ചു നേരം വെറുതെ നിന്നാ മതി. ഇവിടെ നിൽക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ട് വേണ്ട ആശുപത്രിയിൽ പോയി നിൽക്കാൻ പറ്റുമോ? ലക്ഷ്മിക്കുട്ടി കാണാൻ എന്റെ ഗുരുവായൂരപ്പ, ഇങ്ങനെ ഒരു പോത്തിനെയാണല്ലോ എനിക്ക് മകളായിട്ട് തന്നത്. അമ്മിണിക്കുട്ടിയെ പറഞ്ഞതിനകത്തും കാര്യമുണ്ട്. ആശുപത്രിയിൽ പോയാൽ നിന്നാൽ രാജൻ കുഞ്ഞ് അമ്മിണിക്കുട്ടിയെ കാണും, ഇവിടെ നിന്നാൽ കാണില്ല. അത്ര രണ്ട് വ്യത്യാസമുണ്ട്. അതല്ല, ആപത്ത് കാലത്ത് ആരൊക്കെ അടുക്കലുണ്ടായിരുന്നു എന്ന് ചോദിച്ചാ ലക്ഷ്മിക്കുട്ടി അമ്മയും മകളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ അത് നമുക്കൊരു പിടിയല്ലയോ? എന്താ ദേവരാജൻ കുട്ടിയുടെ പേര് പറഞ്ഞാൽ കൊള്ളില്ലേ? ആപത്ത് കാലത്തെ ദേവരാജൻ കുട്ടിക്കും അടുത്ത് നിൽക്കാൻ അറിയാം. കാലിന്റെ പൊടി പറക്കും. നമ്മളിൽ ആര് നിന്നാലും ഇവളോട് നിന്നില്ലേ വല്ല പ്രയോജനം ഉണ്ടോ സ്വാമി? അതേ ശരിയാണ്. നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കേണ്ടവർ നിൽക്കേണ്ട രീതിയിൽ നിന്നാലേ പ്രയോജനമുള്ളൂ. രാജൻ കുഞ്ഞൊരു പാവപ്പെട്ടവളെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് തന്നെ എന്റെ പ്രാർത്ഥന കൊണ്ടാ. അപ്പോ ഈ കാറ് മുട്ടിയതും നമ്മുടെ പ്രാർത്ഥന കൊണ്ടാണോ? എല്ലാ സമയം കുഞ്ഞമ്മ പറഞ്ഞോണ്ട് വന്നാലുണ്ടല്ലോ, ഞാൻ പറഞ്ഞേക്കാം. അല്ല, വണ്ടി മുട്ടിയത് നമ്മുടെ ഭാഗ്യം തന്നെ, അതുകൊണ്ട് പറഞ്ഞു പോയതേ ഉള്ളൂ. ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതിയോ? ആ വിവരം ഇവക്കൂടെ വേണ്ടായോ? എനിക്ക് ഈ വിവരമൊക്കെ മതി. നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിലേ നിങ്ങൾ രണ്ടുപേരും കൂടി ചെന്ന് ആശുപത്രി പോയി ഇരിക്കും. എന്നെ കൊണ്ടൊന്നും വയ്യ. ഇരിക്കേണ്ടടേ, നിന്റെ പ്രായമായിരുന്നെങ്കിൽ ഞാൻ നിന്നാ മതിയായിരുന്നു. ഇതെല്ലാം കൂടെ എന്റെ ചുറ്റിക്കിടന്ന് കറങ്ങിയേനെ. എന്ത് ചെയ്യാം, ഇപ്പോൾ വീണ് പോയി. ഇപ്പോൾ പാവപ്പെട്ട ഈ പോറ്റി മാത്രം ഉണ്ടായി ചുറ്റും കിടന്ന് കറങ്ങാൻ. നമസ്തേ. നമസ്തേ. ഇരിക്കാമല്ലോ. വലിയ വേദന ഉണ്ടാകും. അല്പം ആശ്വാസമുണ്ട്. ഇരിക്കണം. കത്ത് കിട്ടിയപ്പോഴാണ് വിവരം അറിഞ്ഞത്. ഉഷയ്ക്ക് മിസ് രാജശേഖരൻ ഉടനെ കാണണം. ഇവരും നിർബന്ധിച്ചു. അതിനാണ് ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ വന്നത്. എന്തായാലും സന്തോഷമായി. മിസ്റ്റർ രാജശേഖരൻ അയച്ച കത്തിന് ഇനി മറുപടി വേണം. വേണമെന്നില്ല. എന്നാൽ രാജശേഖരൻ അങ്ങനെ ഒരു കത്ത് എഴുതിയിട്ടുമില്ല.
ഞങ്ങളിത് വായിച്ചിട്ടുമില്ല. എന്ന് വെച്ചാൽ അന്ന് നമ്മൾ പറഞ്ഞ ഇടത്ത് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു ചടങ്ങിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. എന്റെ ഈ കാല് കണ്ടില്ലേ? അതിനേക്കാൾ മുമ്പ് നിങ്ങളുടെ മനസ്സ് കണ്ടതാണ്. അപ്പോൾ ഈ കാല് ഒരു പ്രശ്നമല്ല. എന്റെ ഈ കാല് മുറിച്ചു കളയേണ്ടി വരും. മനുഷ്യ ശരീരമാണ്, പലതും സംഭവിക്കും. ഏതായാലും ഉഷയുടെ ഭാഗ്യത്തിന് അങ്ങനെയൊന്നും സംഭവിച്ചില്ലെന്ന് കരുതിയാൽ മതി. എന്റെ കാര്യം എനിക്ക് വിട്ടിരുന്നതല്ലേ ഭംഗി. എനിക്കിതുകൊണ്ട് യാതൊരു പ്രയാസവും. അംഗഭംഗം വന്നാൽ തന്നെ ബന്ധത്തിന് ഭംഗം ഉണ്ടാവുമോ? അന്ന് മിസ്റ്റർ രാജശേഖരൻ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞൊരു വാചകം ഞാൻ ഇപ്പോഴും നല്ലവണ്ണം ഓർക്കുന്നു. അന്തസ്സ് മനുഷ്യത്വത്തിനാണ് വേണ്ടതെന്ന്. അങ്ങനെയുള്ള മനുഷ്യത്വം ഞങ്ങൾക്കുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്താ അങ്ങനെയല്ലേ? ശരി, ഇനി ഒന്നും പറയണ്ട. അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ അങ്ങനെ ഒരു കത്ത് എഴുതിയിട്ടുമില്ല, അങ്ങ് വായിച്ചിട്ടുമില്ല. എന്നാൽ രാജശേഖരൻ ശുശ്രൂഷിക്കാൻ ഉഷയുടെ നിർത്തിയിട്ട് പോകാനാണ് ഞങ്ങളോട് വന്നത്. അത് വേണ്ട. വിവാഹം കഴിയുന്നത് വരെ ഉഷ എനിക്കൊരു അന്യല്ലേ. ആയിക്കൊള്ളട്ടെ, ഞങ്ങൾക്ക് നിങ്ങൾ അത്ര ഭയമൊന്നുമില്ല. ഹലോ ഡോക്ടർ, ഇതാണ് ഞാൻ പറഞ്ഞ ഉഷ. ഇത് ഉഷയുടെ അച്ഛൻ, അത് സഹോദരൻ. ഇദ്ദേഹം ഡോക്ടർ വേണുഗോപാൽ. ഇവരെന്റെ തീരുമാനം തിരുത്തിയിരിക്കുന്നു ഡോക്ടർ. മനസ്സിലായില്ല? എന്റെ കാലല്ല, കൈകൂടി പോയാൽ തന്നെയും എന്നെ വിവാഹം ചെയ്യാൻ ഉഷ ഒരുക്കമാണ്. ഗുഡ്, വെരി ഗുഡ്. രാജൻ അദ്ദേഹത്തിന് കത്തെഴുതിയപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അത് മാത്രമല്ല ഡോക്ടർ, എന്നെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഉഷ ഇവിടെ താമസിക്കണമെന്ന് പറയും. അങ്ങനെ താമസിക്കുന്നത് ശരിയാണോ ഡോക്ടർ? ശരിയാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണെന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. ഞങ്ങളുടെ വിവാഹം ഇവിടെ വെച്ച് നടക്കണം. അത് വേണം. അസുഖമൊക്കെ ഭേദമായിട്ട് പോരെ. രജിസ്ട്രാറെ ഇവിടെ വരുത്താൻ ഞാൻ വേണ്ട ഏർപ്പാട് ചെയ്യാം. അത് വലിയ പ്രശ്നമൊന്നുമല്ല. എന്നാൽ അതിനുള്ള ഏർപ്പാട് ചെയ്യണം ഡോക്ടർ. അല്ല, ഉഷയോ എപ്പോഴാ വന്നത്? കുറച്ച് സമയമായി. രാജേട്ടന് ആക്സിഡന്റ് ഉണ്ടായ വിവരം ഉഷ എങ്ങനെയാണ് അറിഞ്ഞത്? ഇതാരാ മനസ്സിലായില്ലല്ലോ. എന്റെയും ഉഷയുടെയും സ്നേഹിതയാണ് രജനി. ഞങ്ങൾ ഒരുമിച്ച് ഒരു കോളേജിൽ പഠിച്ചവരാണ്. നമ്മളോട് ഒന്നിച്ചു പഠിച്ച എത്രയോ കൂട്ടുകാരുണ്ട്. ഒരൊറ്റ എണ്ണം പോലും തിരിഞ്ഞു നോക്കിയില്ല. നിനക്കെങ്കിലും ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ ഉഷ. അത്രേ ആശ. രജനിയോട് ഞാൻ ഒരു സന്തോഷ വാർത്ത പറയാം. എന്റെ വിവാഹമൊക്കെ നിശ്ചയിച്ചു. ഈ കിടപ്പിൽ കിടന്നുകൊണ്ടല്ലേ? വിവാഹത്തെ കുറിച്ചൊക്കെ ഇവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ആലോചിച്ചാ മതി. ഇല്ല രജനി, ഇവിടെ കിടന്നുകൊണ്ട് തന്നെ ഞാൻ ആലോചിച്ചു, തീരുമാനിച്ചു. വിവാഹവും ഇവിടെ വെച്ച് തന്നെ ഞാൻ നടത്തും. തമാശ പറയുന്നതിന് ഒരതിലുണ്ട് കേട്ടോ. കേൾക്കുന്നവർ കളിയാക്കും. കളിയാക്കാനൊന്നുമില്ല. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് ആരാണെന്ന് ചോദിക്കാത്തതെന്ന്. ഓ, ആരെങ്കിലും ആവട്ടെ. അങ്ങനെ അറിഞ്ഞാൽ പോരാ. ഈ നിൽക്കുന്ന ഉഷയെ ഞാൻ ഇവിടെ വെച്ച് രജിസ്റ്റർ വിവാഹം ചെയ്യാൻ പോവുകയാണ്.